السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. في الدنيا والآخرة ويسألونك عن اليتامى قل إصلاح لهم خير وإن تخالفوهم فإخوانكم والله يعلم المفسد من المصلح ولو شاء الله لأعنتكم إن الله عزيز حكيم. ولا تنكحوا المشركات حتى يؤمنن ولأمة مؤمنة خير من مشركة ولو أعجبتكم. ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم. أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون. സൂറത്തുൽ ബഖറ 219 വരെയുള്ള ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. 220, 221 ആയത്തുകളാണ് ഇപ്പോൾ കൂടി വെച്ചത്. 219 ആയത്ത് അവസാനിച്ചത് كذلك يبين الله لكم الآيات لعلكم تتفكرون. كذلك അപ്രകാരം يبين الله لكم അല്ലാഹു നിങ്ങൾക്ക് വിധികൾ വിവരിച്ചു തരുന്നു നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഇവിടെയാണെങ്കിലോ തുടങ്ങുന്നത് തന്നെ ഫിദ്ദുന്യാ വൽ ആഖിറ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചാല് ആയത്ത് അവസാനിച്ചെങ്കിലും അതിന്റെ വാക്കിന്റെ തുടർച്ച ഇവിടെയാണ് ചെന്ന് നിൽക്കുന്നത്. ഇത് സാധാരണ കവിതകളിൽ പദ്യങ്ങളിലൊക്കെ നമുക്ക് കാണാറുള്ളതാണ്. ഒരു വരിയിൽ ഒരു വാക്കിന്റെ പാതിയിൽ നിർത്തിയിട്ട് അടുത്ത വരിയിൽ ആ വാക്ക് പൂർത്തിയാവുന്നതൊക്കെ സാധാരണമായിട്ട് കാണുന്ന കാര്യമാണ്. ഒരു കവിതയുടെ ഒരു രീതിയാണ് അത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ ഇഹലോകത്തെ പറ്റിയും പരലോകത്തെ പറ്റിയും ചിന്തിക്കുന്നവരാകുന്നതിന് വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ വിവരിച്ചു തരുന്നു എന്നാണ്. നമ്മൾ കഴിഞ്ഞ
കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ ശേഷിയാണ് നമ്മൾ ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ വളരെ കുറച്ചു മാത്രം ഉപയോഗിക്കുന്ന ഒരു കഴിവാണ് ചിന്താശേഷി എന്ന് പറയുന്നത്. ചിന്തിക്കാനുള്ള കഴിവിനെ നമ്മൾ വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലാണ് നമ്മൾ നമ്മുടെ ചിന്തയെ മുഴുവനായി തളച്ചിട്ടിട്ടുള്ളത്. ഇന്നിപ്പോ എന്താണ് നമ്മുടെ പരിപാടി? ഉച്ചക്ക് എന്താ കറി വെക്കുക? അല്ലെ? ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ചിന്തിക്കുകയും വേണം. അതൊക്കെ വേണ്ട. ഭക്ഷണം കഴിക്കാൻ നേരത്ത് കറി ചേർത്ത് കാണോ? കറി വെക്കുന്ന നേരത്തെ ചിന്തിക്കണം. ഇന്ന് ഉച്ചക്ക് എവിടെ പോകാനുള്ളത്? ഇന്നത്തെ കല്യാണത്തിനൊക്കെ നമ്മൾ പോവാ, ആരൊക്കെ പോവാ, അല്ലെ? ഒക്കെ നമ്മൾ ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതൊക്കെ നമ്മുടെ ദൈനംദിന കാര്യങ്ങളാണ്, ഡെയിലി റൂട്ടീൻസ്. അത് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ചിന്താശേഷി അതിൽ ഒതുങ്ങിപ്പോകരുത്. ഒരാൾ പത്രം വായിക്കുന്നു, എല്ലാ ദിവസവും പത്രം വായിക്കുന്നു, വേറെ ഒരാൾ പത്രം വായിക്കുന്നു. രണ്ടു കൂട്ടരും വായിക്കുന്നത് പത്രം തന്നെയാണ്. പക്ഷെ ഒരാൾ വായിക്കുന്നത് ചരമക്കോളം മാത്രമാണ് നോക്കുക. എല്ലാ ദിവസവും നിറഞ്ഞിരിക്കുന്ന ഒരു കോളാണ് ചരമക്കോളം. അതിൽ കെട്ടിത്തൂങ്ങി മരിച്ചു, വെള്ളത്തിൽ വീണ് മരിച്ചു, ശ്വാസം മുട്ടി മരിച്ചു, കൊല്ലപ്പെട്ടവരെ കാണപ്പെട്ടു, അല്ലെ? പ്രതികാരം വീട്ടി എന്ന് പറയുന്നു. പീഡന കേസിന് പ്രതികാരമാണ് അത്രേ കൊലക്ക് പിന്നിൽ. അങ്ങനെ വായിച്ച് ഒരാൾ ആ പത്രത്തിൽ എന്തെങ്കിലും വായിച്ചിട്ട്, ഓ എന്തൊക്കെയാ നാട്ടിൽ നടക്കുന്നത്, ഒരു ഈ മരിച്ച പരിപാടിയൊക്കെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിലോ, ചിന്തിക്കുക. പക്ഷെ വേറെ ആള് വായിക്കുന്നത് വിദേശ കോളമാണ്. അമേരിക്കയില് പുതിയതായിട്ടുള്ള പ്രസിഡന്റ് വന്നിട്ടുണ്ട്, അതിനനുസരിച്ച് ലോകത്ത് പല വിനിമയ മാർഗങ്ങളിൽ ഒന്നിച്ച് മാറ്റമുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനായി അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉക്രൈനിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. റഷ്യ ഉക്രൈനിൽ ആരാണ്, അല്ലെ? ഇങ്ങനെ ചിന്തിക്കുക. ചില ആൾക്കാർക്ക് ലോക്കൽ പേജാണ്. അവനാന്റെ നാട്ടിൽ എന്ത് പറ്റി, ഒട്ടുപോയിൽ പാർസാലിനെ പോണ വഴിക്ക് എന്താണ് സംഭവം, അല്ലെ? മൂലിക്കരയിൽ എന്താണ് സംഭവം, അങ്ങനെ. ചില ആൾക്കാരെ ആൾക്കും നമ്മൾ പത്രത്തിൽ വായിക്കണേ, അത് വളരെ ഇടപെടലുള്ള കാര്യമല്ലേ. അപ്പൊ ആരും പറഞ്ഞു കേട്ടാ ഇതിന് പല കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചിട്ട് ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാവും. അപ്പോ അള്ളാഹു നമ്മളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത് ഈ ദൈനംദിന കാര്യങ്ങളെ കുറിച്ചല്ല. അതിപ്പോ പറയാൻ തന്നെ എല്ലാവരും ചിന്തിച്ചോളൂ. ഈ ദുനിയാവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും. ദുനിയാവിനെ കുറിച്ച് എന്താ എത്രത്തോളം ചിന്തിക്കാൻ ഉണ്ട്? ധാരാളം ചിന്തിക്കാൻ. ഒരാൾ ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചാല് ഒരുപാട് ചിന്തിക്കാനുണ്ട്. അപ്പൊ അയാൾക്ക് മനസ്സിലാവും, ദുനിയാവിലുള്ള ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ മോശമല്ലാണ്ട് വേറൊന്നല്ല, ഒരു തരം കളിയാണ് എന്ന് മനസ്സിലാവും. അങ്ങനെ ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഇതിന് കൊടുക്കേണ്ട ഒരു വിലയെ കൊടുക്കേണ്ടുള്ളൂ. ഇതിന് കാണേണ്ടത്ര ഒരു കാര്യത്തിനെ ഇതിന് കാണേണ്ടുള്ളൂ. ഇതിനപ്പുറത്തേക്ക് കണ്ട കാര്യമില്ല. അങ്ങനെ ആവുമ്പോഴാണ് അയാൾ പരലോകത്തെ കുറിച്ച് ചിന്തിക്കുക. അതിന് പരലോകം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, പരലോകം. അപ്പോൾ പരലോകത്തെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ നൽകിയിട്ടുള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോളൂല്ലേ? ചിന്തിച്ചിട്ടൊരു അന്തവുമില്ല, ചിന്തിക്കാഞ്ഞിട്ടൊരു കുന്തവുമില്ല എന്ന് പറഞ്ഞതാണ്. അങ്ങനൊന്നുമല്ല. ചിന്തിച്ചാലൊക്കെ കാര്യമുണ്ട്. നമ്മുടെ ചിന്താശേഷി ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് കൂടുതൽ നമ്മുടെ മനസ്സ് വിശാലമാകും. ശറഹുസ്വദർ കിട്ടും. ശറഹുസ്വദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയ വിശാലത കിട്ടും.
നമ്മൾ അല്പം മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഹൃദയം കുറിസായി പോകുന്നത്. നമ്മുടെ ലോകത്തുള്ള വ്യത്യസ്ത കാര്യങ്ങളും ജനങ്ങളും വ്യത്യസ്ത സംസ്കാരവും വ്യത്യസ്ത പ്രദേശങ്ങളും കണ്ടില്ലേ, ഇതെല്ലാം തരം ആൾക്കാരാണ്. നമുക്ക് ചിന്തിക്കുമ്പോൾ ഹൃദയം കൂടി വിശാലാവും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളുടേതായ ഒരു ചെറിയ ഡിങ്ങിയ ലോകത്ത് അങ്ങനെ കുറിസായിട്ട് കഴിയേണ്ടി വരും. സ്വഹൃസുഖർ ഉണ്ടാവാനും നല്ലതാണ് ഈ ലോകത്തെയും പരലോകത്തെയും കുറിച്ചുള്ള നമ്മുടെ ചിന്ത. അവിടെ അത് നിന്നുട്ടോ. 219 ആയത്ത് അവിടെ അവസാനിച്ചു. വീണ്ടും ചോദിക്കുകയാണ്, വയസ്അലൂനക അനിൽ യതാമ, യതീം യതാമ, യതാം അനാഥകൾ. അപ്പോ യസ്അലൂനക എന്ന് പറഞ്ഞാൽ അവർ നിന്നോട് ചോദിക്കുന്നു. കുറെ ചോദ്യങ്ങൾ ഇവിടെ കഴിഞ്ഞു കേട്ടോ, പലതും നമ്മൾ പഠിച്ചു. ഇവിടെ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. എന്നോട് അവർ ചോദിക്കുന്നു. എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? ചന്ദ്രന്റെ മാറ്റത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞു. എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചത് മദ്യത്തെ കുറിച്ചും ചൂതിനെ കുറിച്ചും ചോദിക്കുന്നു അല്ലേ? അതൊക്കെ എന്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ചോദിക്കുന്നത് അനാഥരെ കുറിച്ച് ചോദിക്കുന്നു. അനാഥകളെ പറ്റി ചോദിക്കുന്നു. ഇങ്ങനെ ചോദിക്കാനുള്ള ഒരു കാരണം എന്താണ്? പ്രത്യേകിച്ച് യുദ്ധത്തെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞത് അല്ലെ? യുദ്ധത്തില് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? യുദ്ധത്തില് മരണം ഉണ്ടാവൂലേ? അപ്പോൾ അനാഥനുണ്ടാകും. ആരാണ് യതീം എന്ന് പറഞ്ഞാല്? യതീം എന്ന് പറഞ്ഞാൽ അനാഥൻ. ശരി, അതാരാണ്? വാപ്പല്ലാത്തവരൊക്കെ യതീമാ? അപ്പൊ ഞാൻ കൈവത്തിച്ചോളി. യതീം മക്കളൊക്കെ കൈവത്തിച്ചോളി. വാപ്പല്ലാത്തല്ലാതെ യതീമാണെങ്കില് സമൂഹത്തിൽ ഭൂരിപക്ഷം ആൾക്കാർ യതീമായിരിക്കും. ആ യതീമൊക്കെ കൊടുക്കണം, കൂലി കൊടുക്കുക. അതായത് സംരക്ഷണം ആവശ്യമുള്ള പ്രായത്തിൽ വാപ്പ മരിച്ചുപോയത്. സംരക്ഷണം ആവശ്യമുള്ള കാലത്ത് ചെറുപ്പത്തിൽ വാപ്പ മരിച്ചുപോയി. അതാണ് യതീം എന്ന് പറയുന്നത്. ആവൂല. കാരണം കുട്ടികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? സംരക്ഷണ ഉത്തരവാദിത്വം പുരുഷനാണ്. അതുകൊണ്ടാണ് സംരക്ഷണമായിട്ടാണ് അതിന്റെ ബന്ധം. അപ്പോ ഒരുപാട് ആൾക്കാര് ഇപ്പൊ നമ്മുടെ JDT ഇസ്ലാം ഓർഫനേജ് ഒക്കെ തുടങ്ങിയതിന്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? ഒരാളെ വീട്ടിൽ മരിച്ചു, അവിടെ യതീമുണ്ടാകുന്നു. വേറെ ഒരു വീട്ടിൽ ഒരാൾ മരിച്ചു, അവിടെ യതീമുണ്ടാകുന്നു. ഇങ്ങനെ ഒറ്റപ്പെട്ട യതീമുകൾ പല വീടുകളിലും ഉണ്ട്. ഇങ്ങനെയല്ല, ഇത് സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ധാരാളക്കണക്കിന് ആളുകൾ ഒരുപാട് രക്തസാക്ഷികളായപ്പോ അല്ലെ, മാപ്പിള ലഹളമൊക്കെ പിന്നെ പേരിട്ട് കളിയാക്കി വിളിച്ചതാണ്. ശരിക്കും മാപ്പിള ലഹള നല്ലത് നല്ല സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. അതിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. ഒരുപാട് കുട്ടികൾ യതീമുകളായി. അവരെ സംരക്ഷിക്കാൻ ഒറ്റപ്പെട്ട ഏതെങ്കിലും വീടുകളിലൊന്നും കഴിയാതെ വന്ന അത്രയും ആളുകളായി. അവരെ ഒന്നിച്ച് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് യതീം ഖാന കേട്ടോ. അത് മലയാളത്തില് ഖാദ എഴുതാൻ കഴിയാത്തതുകൊണ്ട് ഖാദ എഴുതിയതാണ്. ഖദീജ എന്നുള്ളതിന് ഖദീജ എഴുതുന്ന മാതിരിയാണ്. യതീം ഖാന എന്നാണ്. യതീം ഖാന ജംഇയ്യത്തു ദഅവത്തു തഅലീം ഇസ്ലാം ആണ് JDT ഇസ്ലാം. അപ്പൊ ആ സംവിധാനമൊക്കെ അങ്ങനെ വന്നതാണ്, യതീമുകളെ സംരക്ഷിക്കുക. യതീംഖാനകളെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിർവാഹമില്ലാത്തൊരു സമയത്ത് അത് തുടങ്ങിയത് ബന്ധമില്ല എന്നുള്ള കാര്യം തന്നെ സംശയമൊന്നുമില്ല. യതീമിനെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കേണ്ടത് ആരാണോ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, റാപ്പയോ മുത്താപ്പയോ ഇല്ലാപ്പയോ, ഏറ്റവും അടുത്ത ആൾക്കാർ ആരാണോ അവരാണ് സംരക്ഷിക്കുന്നത്. അവർ തോളടിയാൻ പാടില്ല. അവര് അങ്ങനെയുള്ള കുട്ടികളെ കുറിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടേ ആക്കിയാല് അവരുടെ ഉമ്മയും നഷ്ടപ്പെടുകയാണ് ചെയ്യും. അപ്പൊ ഏതായാലും വെച്ചുപോയി, ഉമ്മാന്റെ ഒരു തണലും പാരിസ്ഥിതിയും കിട്ടുന്നതും കൂടി ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നു എന്നാണ്. വേറെ നിർവാഹമില്ലെങ്കിൽ പിന്നെ
ആവാം, അതിന് കുഴപ്പമില്ല. പക്ഷെ നിർവാഹം ഇല്ലാത്തപ്പോഴേ പറ്റും. ഈ ബഹുഭാര്യത്വത്തെ കുറിച്ച് പറയുമ്പോൾ പോലും യതീമുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അവരെ വിവാഹം ചെയ്തുള്ളൂ എന്ന് പറയുന്നത്. യതീം കുട്ടികളുള്ള ഉമ്മ അല്ലെ, ഭർത്താവ് ഏതോ കാരണത്താൽ യുദ്ധത്തിലോ അപകടത്തിലോ ഒക്കെ മരിച്ചു. അപ്പൊ ഇവള് വിധവയായി, ഇവളുടെ കുട്ടികൾ അനാഥരായി. അവരെ സംരക്ഷിക്കാൻ ഏറ്റവും പറ്റും അവൾ വിവാഹം ചെയ്ത. പക്ഷെ നമ്മളെ പുനർവിവാഹ പരിസരത്ത് കൊടുക്കേണ്ട എന്താ ചെയ്യാ? കുട്ടികളുടെ ബാധ്യത ഏൽക്കേണ്ടതില്ല. പുനർവിവാഹം ഇതിനെതിരെ ബാധ്യത ഏൽക്കേണ്ടതില്ല. ബാധ്യത ഏൽക്കാനാണ് അങ്ങനെ പറഞ്ഞത്. നമ്മളെ മത്സ്യം തന്നെ ബാധ്യത ഏൽക്കേണ്ടതില്ല. ഇതെന്താ? നമ്മളെല്ലാ കാര്യത്തിനെയും തലകുത്തനാണ് മനസ്സിലാക്കുക എന്നതിന് തെളിവാണ്. മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് വരണം എന്നാണ്. ആ മക്കളെ നോക്കാനും അവരെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഈ സംവിധാനം. അപ്പോ യതീം എന്ന് പറയുന്നത് ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. യതീം എന്ന് പറയുന്നത് ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ്. ഒരു സെൻട്രൽ ഷെൽട്ടർ, മുസാഫിർ ഖാന, ജയ്പൂർ എയർപോർട്ടിന്റെ അടുത്ത് മുസാഫിർ ഖാന ഉണ്ട്. അതായത് യാത്രക്കാരുടെ ഒരു സത്രം, അതുപോലെ യതീമുകളുടെ ഒന്ന്, അങ്ങനെ ഉള്ള സംവിധാനമാണ്. അപ്പോ പറഞ്ഞു വന്നത് എന്തേലും, അപ്പൊ യതീമുകൾ ഒരു പ്രശ്നമായി. അപ്പോ ഇസ്ലാമികമായ വിധിയുണ്ട്, അല്ല തഖറബൂമാലൽ യതീം, നിങ്ങൾ യതീമിന്റെ മുതലിന്റെ അടുത്ത് അടുക്ക ചെയ്യാൻ പാടില്ല. വളരെ ഗൗരവമാണ്. യതീമിന്റെ മുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അടുക്കരുത്. അടുക്കരുത് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയില്ലാതെ കൈകാര്യം ചെയ്യരുത് എന്നാണ്. അടുക്കരുത് എന്നാൽ തീരെ അടുക്കരുത് എന്നല്ല, അടുക്കാൻ പാടില്ലാത്ത വിധം അടുക്കരുത് എന്നാണ്. അപ്പൊ ഇത് ചില ചോദ്യങ്ങളെ ഉയർത്തി, പലതരത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ടായി. കാരണം യതീം മക്കൾക്ക് സ്വത്തുണ്ടാവും. പാപ്പ മരിച്ചു, പാപ്പാന്റെ സ്വത്തുണ്ട്. ഈ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഈ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യും? അപ്പൊ അവിടെ നോക്കുമ്പോ ചില സംശയങ്ങൾ ഉണ്ടായി. എന്താ സംശയം? പിന്നെ ഈ സ്വത്തുക്കള് മറ്റുള്ള കുട്ടികളുടെ സ്വത്തിന്റെ കൂടെ അല്ലെ കുടുംബക്കാരുടെ സ്വത്തിന്റെ കൂടെ ഇത് തമ്മിൽ ചേരാൻ പാടുണ്ടോ ഇല്ലേ? ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ. ഇപ്പോ യതീം കുട്ടിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു, അല്ലാത്ത കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കും. ചില ആൾക്കാർ എന്നിട്ട് അവർക്ക് വേറെ പാത്രം വാങ്ങി, ഇവർക്ക് വേറെ പാത്രം. കാരണം ഇത് രണ്ടും തമ്മിൽ കൂടിക്കലരാതിരിക്കാൻ വേണ്ടി അങ്ങനെ യതീമിന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ബാക്കിയായാലും എന്ത് ചെയ്യും? ബാക്കിയായാലും പിന്നെ അത് തിന്നാൻ പറ്റുമോ? അല്ലാതെ കളയാൻ പറ്റുമോ? ഒരു പ്രശ്നമല്ലേ? അറിയണമെന്നുള്ളൊരു പ്രശ്നമല്ലേ? അറിയണമെന്നില്ലാത്തവർക്കൊന്നും പ്രശ്നമല്ല, എന്തും ആവാം. അറിയണമെന്നുള്ളവരെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പ്രശ്നമാണ്. എന്താ ചെയ്യേണ്ടത്? എന്താക്കണം? അപ്പൊ നമ്മളിപ്പോ ചിലപ്പോ നമുക്ക് ഇങ്ങനെ തോന്നും, പിന്നെ ഓർക്ക് പ്രത്യേകം വെക്കാനാ പോലെ നമ്മള് വെച്ചാലും കൊടുത്താൽ പോലെ പോലെ ചോദിക്കാൻ ഉള്ളവർക്ക് കുഴപ്പമില്ല. ആ രണ്ടാൾക്ക് രണ്ട് പായ വേണം കിടന്നു പറഞ്ഞാൽ അതിന് ഓലുള്ള പായ പിടിക്ക് തന്നെ വാങ്ങി കൊടുത്താൽ പോലെ എന്ന് ചോദിക്കാം. ഒരു വായന വാങ്ങാൻ പാങ്ങില്ലാത്തൊരു കാലത്ത് പക്ഷെ ആ ചോദ്യം ഇല്ല. ഇപ്പൊ നമുക്ക് അതെല്ലാം ചോദിക്കാം. ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ജീവിത അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ എന്തുകൊണ്ടാണ് ചെരുപ്പ് തുന്നികളെ കാണാത്തത്? എന്താ കൊടാന്നാക്കണവരെ കാണാത്തത്? അത്യപൂർവമല്ലേ കൊടാന്നാക്കണവരുള്ളൂ. മുമ്പ് അങ്ങനെയല്ലല്ലോ. എന്താ അപ്പൊ ആരാ നന്നാക്കാൻ പോണത്? നന്നാക്കാൻ പോലില്ല. ചെരുപ്പ് തുന്നാൻ ആരാ പോണത്? ആദ്യം ഹവായി ചെരുപ്പിന്റെ അടിയിൽ പിന്നെ കുത്തി വെക്കുന്ന ഒരു കലാപരിപാടി ഇല്ലായിരുന്നു.
സ്റ്റാമ്പ് മാറ്റും. സ്റ്റാമ്പ് വാങ്ങുന്നതിന് മുമ്പ് ചെയ്തിരുന്ന പണിയാണ് ആ മൂക്ക് കുറച്ച് താഴോട്ടാക്കി അപ്പൊ അങ്ങനെല്ലാം ആയിരുന്ന ഒരു കാലത്ത് നിങ്ങൾക്ക് വേറൊന്ന് വാങ്ങിക്കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമല്ല. ഒരു എത്തിയും കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് പഠിക്കണം. അപ്പൊ പഠിക്കുമ്പോ നല്ല ഫീസ് കൊടുത്തിട്ട് പഠിക്കണം. അപ്പൊ ആ കുട്ടിനെ മംഗലാപുരത്തുള്ള സുള്ളിയിലുള്ള അല്ലെങ്കിൽ കർണാടകയിലെ ഏതോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ പോകുമ്പോ അവന്റെ വണ്ടിക്കൂലി എടുക്കുന്നതിനെ സംബന്ധിച്ച് ആർക്കും തർക്കല്ല. ആ കുട്ടിക്ക് പഠിക്കാനാണ് അതിന്റെ കൂടെ പോണവന്റെ വണ്ടിക്കൂലി എന്താക്കും, മനസ്സിലായേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ സംശയങ്ങൾ ഉണ്ടായി. ഇവരെന്ത് ചെയ്യും? ഇനി ഇവരുടെ കാശുണ്ട്, ഈ കാശ് ഇങ്ങനെ വെറുതെ വെച്ചേക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അതിനെ ബിസിനസ്സിൽ ഇറക്കണം. അപ്പൊ ഇവരുടെ കാശ് ഷെയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ലാഭം വന്നാൽ അവർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് തർക്കമല്ല. നഷ്ടം വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ നഷ്ടം വന്നാൽ എത്തിയും കുട്ടിന്റെ പൈസ നമ്മൾ നഷ്ടം വരുത്തിയാവൂലേ എന്നൊരു ചോദ്യം. അങ്ങനെ നഷ്ടം വന്നാലും നഷ്ടം നമ്മൾ വാങ്ങിച്ചു കൊടുക്കണമെന്നാണെങ്കിൽ പിന്നെ ഒരാൾ ഈ പൈസ ഷെയർ എടുക്കുവോ? അതില്ലല്ലോ. അങ്ങനെ പ്രശ്നം. അപ്പൊ ഇങ്ങനെയൊക്കെ കൂടി എത്തീം എന്ന് പറയുന്ന ഒരു സംഗതി എന്താണ്, എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായപ്പോഴാണ് ചോദിച്ചത്. പറയുക നന്മ ഉണ്ടാകുന്നതാണ് അവർക്ക് നല്ലത്. അവർക്ക് ഉത്തമമായത് എന്താണ്? അവർക്ക് നന്മ വരുത്തുന്നതെല്ലാം നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് അവരോട് അപ്പൊ ഇന്നത് ചെയ്യുന്നതൊക്കെ ഓരോന്ന് പറഞ്ഞതിന് പകരം അതിന്റെ അസിന് പഠിപ്പിക്കുകയാണ്. അവരോട് ഗുണകാംക്ഷ ഉണ്ടാവുകയാണ് വേണ്ടത്. അവർക്ക് നന്മ വരുത്തുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വന്നതും അത് തന്നെയാണ്. കലർത്തുക. കലർത്തി. നിങ്ങൾ അതിൽ കലർത്തിയ, നിങ്ങൾ എന്താണ് കൂടിക്കലർന്ന് ജീവിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ്. അവർ നിങ്ങൾ എന്ത് ചെയ്തോളൂ? നിങ്ങൾ കൂടിക്കലർന്ന് ജീവിച്ചോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ കുട്ടിക്ക് ഒരു വിന്നുവട വാങ്ങിയാല് ആ വിന്നുവടയൊന്നും എന്ത് ചെയ്യാ? നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് കുഴപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ ആകപ്പാടെ അവർക്ക് വേറെ പാത്രം നിങ്ങൾക്ക് വേറെ പാത്രം അങ്ങനെ നിൽക്കണ്ട. നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞോളൂ. ഉത്തരം പറയാണ് അള്ളാഹു അറിയുന്നുണ്ട് അൽ മുഫ്സിദ് നാശമുണ്ടാക്കുന്നവരെ മിനൽ മുസ്ലിഹ് നന്മ വരുത്തുന്നവരെ എന്ന് വിചാരിച്ച് ആ പേരിൽ ഇങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം ഓന്റെ കണക്ക് നിങ്ങൾ ഇതുകൂടെ കഴിക്കാൻ വെക്കണണ്ട. മനസ്സിലായോ? ആരാണ് ഫസാദ് ഉണ്ടാക്കുന്നത്, ആരാണ് നന്മ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അപ്പൊ സാമ്പത്തിക സൂക്ഷ്മതയുടെ ഏക മാർഗം, ഏക വഴി അള്ളായിട്ടുള്ള കണക്ഷനാണ്. മനസ്സിലായില്ല? മറ്റുള്ള എല്ലാ കാര്യങ്ങളും താൽക്കാലികമാണ്. ഈ മറിമായത്തില് പോയ സത്യശീലന് കൈക്കൂലി കൊടുക്കാൻ പോകണം. അപ്പോ സത്യശീലൻ പറയുന്നുണ്ട്, എന്താ വെച്ച്. അപ്പൊ പോയാലുണ്ടോ അതൊന്നും ഒരു പ്രശ്നമില്ല, നിങ്ങളതാണ് വാങ്ങി വെച്ചാലേ അതാവുമ്പോ നല്ല കാര്യമായി പോയത്. ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നു വാങ്ങി വെച്ചാൽ മതി. എല്ലാം തന്നെ മനസ്സിന് പൈസ ഇല്ലാതെ നട്ടത് ചേർക്കുമ്പോ കിട്ടിയ പൈസ വേണ്ടാന്നറിയാമോ? അപ്പൊ സത്യശീലൻ എല്ലാം പറയുന്നുണ്ടോ CCTV ക്യാമറ ഉണ്ട് അവിടെ.
കൈക്കൂലി പറ്റായിട്ടല്ല, അത് ക്യാമറയിൽ കാണും എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് എടുക്ക്. അപ്പൊ പോയിട്ട് കാര്യം മനസ്സിലായി, വേഗം എടുത്ത് ഇങ്ങോട്ട് പുറത്ത്. ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് സത്യശീലം പുറത്തിരിക്കും, പോയ പുറത്ത് തന്നെ കാത്തിട്ട് ഇത്രയും നിങ്ങൾ പോയില്ലേ? ഇല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം തരാൻ വേണ്ടി നിൽക്കുകയാണ്. എന്താ? ഇത് കുറച്ച് ചെറുപയറാണ്. അങ്ങനെയാണ് എനിക്ക് ചെറുപയർ ഇതിനകത്ത് അതുണ്ട്. ഏത് എത്ര ഉണ്ട്? ₹1000. അപ്പൊ ചെറുപയറിന്റെ പാക്കറ്റ് വാങ്ങി അതിന്റെ അകത്ത് ₹1000 വെച്ചിട്ട് ചെറുപയറിന്റെ പാക്കറ്റ് ഇങ്ങനെ കൊടുക്കുകയാണ്. ചെറുപയറിന്റെ അടിക്ക് നല്ലതല്ലേ? അത് നല്ലത് തന്നെയാണ്, ഇത് വാങ്ങുകയാണ്. അപ്പൊ സത്യശീലന്റെ പ്രശ്നം എന്താണ് ശരിക്കും? അപ്പൊ ആരെങ്കിലും കാണാനില്ലെങ്കിലോ? കാണാനില്ലെങ്കിൽ റെഡിയാണ്. അപ്പൊ ഇവിടെയാണ് പാലിൽ വെള്ളം ചേർത്ത പെൺകുട്ടിയുടെ, വെള്ളം ചേർക്കാത്ത പെൺകുട്ടിയുടെ, ചേർത്തതല്ല. അപ്പൊ ഉമർ കാണൂലേ? ഉമർ കാണൂലെങ്കിലോ അല്ല കാണൂലേ? അപ്പൊ ഒരു മനുഷ്യന്റെ സാമ്പത്തിക വിശുദ്ധിയുടെ യഥാർത്ഥ കാവൽ എന്താണ്? അള്ളാഹുവാണ് കാവൽ. അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് ഇതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൃത്യത വരുത്താൻ പറ്റുള്ളൂ. മറ്റേ നിങ്ങൾക്ക് പല ന്യായവും പറഞ്ഞിട്ട് യതീമക്കളും നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. അപ്പൊ ഇവിടെ നിങ്ങൾ കൂടിക്കലർന്ന് നിങ്ങൾ സഹോദരന്മാരെന്നുള്ളവർക്ക് ജീവിച്ചോളൂ. അവരുടെ പൈസ കച്ചവടത്തിൽ എടുത്തിട്ട് അതിനുള്ള ലാഭം അവർക്ക് കൊടുക്കാൻ. നഷ്ടമാണെങ്കിൽ അവരൊരു ഷെയർ ഹോൾഡർ ആയിട്ട് തന്നെ നിങ്ങൾ കാണേണ്ടതുള്ളൂ. നഷ്ടവും ആണെങ്കിൽ നഷ്ടവും ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ നഷ്ടം മുഴുവൻ അവർക്ക്, ലാഭം മുഴുവൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത് മുതലാക്കിയിട്ട് നിങ്ങൾ വേറെ നിലക്ക്, ഇത് എന്താണ്? ഫസാദാണ്. അതുകൊണ്ട് വല്ലാഹു യഅലമുൽ മുഫ്സിദ്, അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? ഫസാദ് ഉണ്ടാക്കുന്നവരെ അല്ലാഹുവിന് അറിയാം. നന്മ വരുത്തുന്നത് ആരാണ് എന്നതിനെ കുറിച്ച് പറയാം. വലൗ ശാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ലഅനതകും, അവൻ നിങ്ങളെ പ്രയാസപ്പെടുത്തുമായിരുന്നു. ഇന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു പ്രതാപവാനും ബുദ്ധിമാനുമാണ്. അപ്പൊ അള്ളാഹ്ക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറയായിരുന്നു, ഓരത് വേറെ നിങ്ങളത് വേറെ, ഓരോ പാത്രം വേറെ വെക്കണം, നിങ്ങളുടെ പാത്രം വേറെ വെക്കണം, നിങ്ങളുടേതും അവരുടേതും കൂട്ടിക്കലർത്താൻ പാടില്ല, ഈ ഹാലത്ത് ഉണ്ടാവരുത്, കലത്ത എന്ന് പറയുന്ന സംഗതി ഉണ്ടാവരുത് എന്നൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ടി വരായിരുന്നു. അത് ചെയ്യേണ്ടി വരുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്താകുമായിരുന്നു? പ്രയാസപ്പെടുക. അള്ളാഹു നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു പണി ഒന്നും നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. നമ്മുടെ സഹോദര മതങ്ങളിലൊക്കെയുള്ള ആളുകൾ പലപ്പോഴും മതവിധികളെ ലംഘിക്കാൻ നിർബന്ധിതരാണ്. എന്തുകൊണ്ടാണെന്നറിയോ? പാലിക്കാൻ പറ്റാത്ത നിയമങ്ങളാവുമ്പോ ലംഘിക്കാൻ നിർബന്ധിതരാവും. നമുക്ക് അങ്ങനെയില്ല. നമുക്ക് സന്യാസമില്ല, ബ്രഹ്മചര്യമില്ല. മനുഷ്യന് കഴിയാത്ത പണിയൊന്നും അല്ല നമ്മളോട് എന്താക്കിയിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല. നമുക്കിപ്പോ ഒരു ത്യാഗം എന്നൊക്കെ പറയാതെ മാക്സിമം പോയാൽ ഒരു നോമ്പ് വെക്കലാണ് അല്ലേ? അതന്നെ നിങ്ങള് അത്താഴം കഴിക്കാൻ നേരം വീഴണം, നോമ്പ് തുറക്കാൻ നേരത്തെ തുറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പരമാവധി അതിനെ ലഘുവാക്കി, എളുപ്പമാക്കി. യാത്ര പോവാണെങ്കിൽ നോമ്പ് തുറക്കണ്ട, പിന്നെ വെച്ചാൽ മതി, സൗകര്യമുള്ളപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ലഘുവാക്കി. എല്ലാ കാര്യങ്ങളെയും എളുപ്പമാക്കി. ഹജ്ജിന്റെ കാര്യമാണ് പിന്നെ ത്യാഗമുള്ളത്. പക്ഷെ ഹജ്ജിന്റെ കാര്യത്തിൽ വളരെ ആശ്വാസം തോന്നും. അതിനിടയിൽ നീ കച്ചവടം ചെയ്യാൻ വരെ പറ്റുന്നതാണ്. യാത്രയില് ചുരുക്കി നിസ്കരിച്ചോളാൻ പറഞ്ഞു, ഇങ്ങനെ നിൽക്കാൻ കഴിയാത്ത ഇരിക്കാൻ പറഞ്ഞു അല്ലെ? എന്തെല്ലാം കാര്യം. ട്രെയിനിലൊക്കെ പോവാണെങ്കിൽ നിങ്ങൾ ദിശ നോക്കി ഇവരെ നോക്കി ആരും ബുദ്ധിമുട്ടാവുന്നു വേണ്ട, അവിടെ നിങ്ങൾക്ക് ഏത് സ്ഥലത്തും. അപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാ നിലക്കും നിങ്ങൾക്ക് എളുപ്പം. ആകെ ഒരു ഖുർആനാണ് ഇത്. പല വേദഭാഷകളും പഠിച്ചെടുക്കാൻ കഴിയാത്ത ഭാഷകളാണ്. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല. എളുപ്പമുള്ള മാർഗമാക്കി ഖുർആൻ പഠിക്കും. ഇങ്ങനെയൊക്കെ എളുപ്പമാണ്.
അതുകൊണ്ട് അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തിയിരുന്നു. പക്ഷേ നിശ്ചയമായും അള്ളാഹു അസീസാണ്. അസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യം തീരുമാനിക്കാനും ആ തീരുമാനം നടപ്പിലാക്കാനും കഴിയുന്നവരാണ്. നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ ചിലപ്പോൾ കഴിയും, നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് എല്ലാവരെയും സഹകരണം ആവശ്യമാണ്. ആര് സഹകരിക്കാതിരുന്നാൽ ഒരു നിയമം പോലും നടപ്പിലാക്കാൻ കഴിയില്ല. ഭരണാധികാരിക്കൊന്നും കഴിയില്ല. അള്ളാഹ്ക്ക് ആരുടെ സഹായം ഇല്ലാതെ തന്നെ തീരുമാനമൊക്കെ നടപ്പിലാക്കാൻ കഴിയും. അതാണ് അസീസ്, ഹകീം, യുക്തിമാനാണ്. ഏറ്റവും നല്ല ഹിക്മത്ത്, ഏറ്റവും നല്ല യുക്തി ഉള്ളവൻ അല്ലാഹുവാണ്. എന്ന് 21-ാമത്തെ ആയത്ത്, വലാ തൻകിഹൂ, നിങ്ങൾ കല്യാണം കഴിക്കരുത്. അവിടെ നിർത്തിപ്പോയാത്താക്കൂ. അപ്പൊ അവിടെ നിർത്തുന്നില്ല. ആയത്ത് അവിടെ തീർന്നുണ്ടോ? ഇല്ല. വലാ തൻകിഹൂ, നിങ്ങൾ വിവാഹം ചെയ്യരുത് അൽ മുശ്രികാത്ത്, ബഹുദൈവ വിശ്വാസിനികളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. ഹത്താ യുഅ്മിന്ന, അവർ വിശ്വസിക്കുന്നത് വരെ. അവർ വിശ്വസിച്ചാൽ ആവാം. അപ്പൊ ഇതൊരു വംശീയവാദമല്ല. വംശീയതയാണെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഇല്ല. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് പറയും പോലെ അല്ലത്. അങ്ങനെ പട്ടികജാതി എന്തെങ്കിലും അവർക്ക് മാറാൻ കഴിയോ? പട്ടിക വർഗത്തിൽ നിന്ന് മാറാൻ കഴിയോ? ഈഴവ സ്ത്രീ ആയിട്ടല്ലാതെ ഏതെങ്കിലും കാലത്ത് മാറാൻ പറ്റുമോ? ജാതി ശ്രേണി മാറാൻ പറ്റില്ല. ഒരു കാലത്തും മാറൂല. ഒരു കാലത്തും മാറ്റാൻ കഴിയാത്തതാണ്. അങ്ങനെയുള്ള ഒരു വംശീയതയല്ല ഈ പറയുന്നത്. അതാണ് തൊട്ടുടനെ ഹത്താ യുഅ്മിൻ, അവര് വിശ്വസിക്കുന്നത് വരെ. അപ്പൊ ഇവിടെ ജാതി, വംശം എന്നതല്ല, ആദർശം എന്നതാണ്. ഈ ഒരു പോയിന്റ് നിങ്ങൾ ബഹുദൈവ വിശ്വാസിനികളെ വിവാഹം ചെയ്യരുത്. അവർ ബഹുദൈവ വിശ്വാസമൊക്കെ വെടിഞ്ഞ് വിശ്വാസിനികളാകുന്നത് വരെ. അപ്പൊ ബഹുദൈവ വിശ്വാസിനികള് വിശ്വാസിനി ആയാൽ എന്ത് ചെയ്യാം? അപ്പൊ ഇവിടെ പ്രശ്നം ജാതിയും മതവും വംശവും അല്ല, ആദർശം. ആദർശ വിവാഹമേ ഇസ്ലാം അംഗീകരിക്കുന്നുള്ളൂ. എല്ലാ വിവാഹത്തെയും വിവാഹം എന്നുള്ളവർക്ക് ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. ഏത് കല്യാണവും ഇസ്ലാം കല്യാണം എന്നുള്ളവർക്ക് അംഗീകരിക്കുന്നു. ഒരു ഹിന്ദുവിന്റെ കല്യാണത്തെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. ഹിന്ദുവിന്റെ കല്യാണം എന്നുള്ളത് താലി കെട്ടലും മാലയിടലും ഒരു തമ്മിൽ. പക്ഷെ അവര് തമ്മിലുള്ള വിവാഹത്തെ വിവാഹമായിട്ട് അംഗീകരിക്കാതിരിക്കുന്നില്ല ഇസ്ലാം. അത് വിവാഹമായിട്ട് അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, അതിനെ മാനിക്കുന്നു. മുസ്ലിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വേറെ പഠിപ്പിച്ചു. അത് നിക്കാഹിലൂടെ ആയിരിക്കും. ഒരു ഹിന്ദുവിന്റെ വിവാഹം പൂജാരിയുടെ കാർമ്മികത്വത്തിൽ നിറപറയും നിലവിളക്കും ഒക്കെ ഉണ്ടായിക്കൊണ്ട് നടത്തുന്ന താലി കെട്ട്, ഇതിനൊരു വിവാഹം എന്ന നിലയിൽ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. എന്നതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ രണ്ടുപേരും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചാൽ വേറെ കല്യാണം കഴിക്കുകയില്ല. അപ്പൊ അവരെ രണ്ടാളെയും കല്യാണം ഏതാ? ഇല്ല, അവർ നിക്കാന്ന് കഴിക്കണം. ഓരോ കല്യാണം അതന്നെ, കൊണ്ട് കഴിഞ്ഞ കല്യാണം. ഒരു വേറെ നിക്കാൻ കഴിക്കേണ്ട ആവശ്യം. അതിൽ ഏതെങ്കിലും ഒരാൾ വിശ്വാസിയാവുകയും ഒരാൾ വിശ്വാസി അല്ലാതാവുകയും ചെയ്താൽ ആ കല്യാണം ക്യാൻസൽ ആവും. അഗ്രിമെന്റ് ഇല്ല. കാരണം അല്ലാഹു തആലയുമായിട്ട് നടത്തുന്ന ഒരു അഗ്രിമെന്റ് ആണ് ഷഹാദത്ത്. ആ അഗ്രിമെന്റിന്റെ ശേഷമുള്ള അഗ്രിമെന്റ് ആണ് നിക്കാഹ്.
ആ ഷഹാദത്ത് എന്ന എഗ്രിമെന്റ് പോയാൽ ഈ എഗ്രിമെന്റും പോയി. അങ്ങനെയാണ്. അതേ സമയത്ത് ഇസ്ലാമിലേക്ക് രണ്ടുപേരും ഒന്നിച്ച് കടന്നു വന്നു, അവർക്ക് മക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവര് വേറെ നിക്കാഹ് കഴിക്കേണ്ട ആവശ്യമില്ല. പണ്ടത്തെ അതിന് മതി. അതിന് പള്ളിയിൽ വെച്ച് നടത്തിയതോ പോസ്റ്റ് ഓഫീസിൽ നടത്തിയതോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒന്ന് വേണം. ലിവിങ് ടുഗദർ അംഗീകരിക്കില്ല. ലിവിങ് ടുഗദർ എന്നാണ് നാളെ ഇന്നൊരു വീളി, നാളെ മറ്റൊരു വീളി, അല്ലെ? മറ്റന്നാളും നാലാം വേറെ വേറെ വേളി കാളക്ക്. അതേപോലെ മനുഷ്യന് പറ്റില്ല. ഒരു അഗ്രിമെന്റ് ഉണ്ട്. ആ അഗ്രിമെന്റിന്റെ ഏത് രീതിയെയും ആ അർത്ഥത്തിൽ ഇസ്ലാം അംഗീകരിക്കുന്നു എന്നാണ്. ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിങ്ങളൊരു മുഅ്മിനാണെങ്കിൽ മുഅ്മിനത്തിനെയാണ് കല്യാണം കഴിക്കുന്നത്. നിങ്ങൾ മുശ്രിക്കത്തിനെ കല്യാണം കഴിക്കരുത്, അവർ വിശ്വസിക്കുന്നത് വരെ. ഇനി ഒരു അടിമപ്പെണ്ണ്, വിശ്വാസിനിയായ ഒരു അടിമപ്പെണ്ണാണെങ്കിൽ ഖൈർ, അതാണ് നല്ലത്. മി മുശ്രിക്കത്തിൽ, ബഹുദൈവ വിശ്വാസിനിയേക്കാൾ നല്ലത്. അത് പറഞ്ഞാൽ കുലമഹിമയുടെ അടിവേരർത്ഥമാണ്. മനസ്സിലായോ? തറവാടിത്വം, കുലമഹിമ, ഗോത്ര മഹിമ, ഇതിന്റെ അടിവേരർത്ഥം. കാരണം അടിമ സ്ത്രീയാണ് നിങ്ങൾക്ക് നല്ലത് ഒരു വലിയ തറവാടിത്തുള്ള മുശ്രിക്കത്തിനേക്കാൾ. അപ്പൊ ആദർശമാണ് പ്രധാനം, തറവാടും വീടും ഒന്നല്ല. ഇനി തിരിച്ചും പല ആഴ്ചക്കും അവൾ നിങ്ങളെ എത്ര കൗതുകപ്പെടുത്തിയാൽ, സൗന്ദര്യം കൊണ്ടോ അധികാരം കൊണ്ടോ തറവാടിത്വം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ എന്തോ കാര്യത്തിൽ അവൾ ഭയങ്കര മെച്ചപ്പെട്ട ഒന്നാണ് എങ്കിൽ പോലും ആ മെച്ചൊക്കെ ഒഴിവാക്കിയിട്ട് ആ മെച്ചൊന്നുമില്ലാത്ത ഒരു പെണ്ണ് അടിമപ്പെട്ടാണ്. പക്ഷെ മുഅ്മിനത്ത്. അപ്പൊ മാർക്ക് ഏതാ കൊടുക്കണ്ടേ? മുഅ്മിനത്ത് എന്നതിനാണ് മാർക്ക് കൊടുക്കേണ്ടത്. ഇനി വലാ തുൻകിഹു, നിങ്ങൾ കല്യാണം ചെയ്തു കൊടുക്കരുത് അൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികൾക്ക്, ഹത്താ യുഅ്മിനു, അവർ വിശ്വസിക്കുന്നത് വരെ. വലാ അബ്ദുൻ മുഅ്മിനുൻ, ഒരു അടിമയാണ് മുഅ്മിനായ ഒരു അടിമയാണ് ഖൈറുൻ മുഖ്തമൻ മിൻ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസിയേക്കാൾ. വലോ അഅജബകും, അവൻ നിങ്ങളിൽ കൗതുകമുണർത്തിയാലും. തിരിച്ചു അങ്ങനെ തന്നെ. ഒരാണൊരുത്തൻ എന്റെ തറവാടിയാണ്, സമ്പന്നനാണ്, ആരോഗ്യമുള്ളവനാണ്, അധികാരമുള്ളവനാണ്, കൃഷിയുണ്ട്, ഭൂമിയുണ്ട്, എല്ലാം ഉണ്ട്, ആദർശമില്ല. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരുത്തന് ആദർശമുണ്ട്. നിങ്ങള് ഖൈർ ഏതാണ്? ആദർശം. മിശ്രവിവാഹം നടക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, മിശ്രവിവാഹം നടക്കുന്നില്ല. മിശ്രവിവാഹം നടക്കണമെങ്കിൽ എന്ത് വേണം? രണ്ട് ആദർശത്തിൽ വിശ്വസിക്കുന്നവർ തമ്മിൽ കല്യാണം നടക്കണ്ടേ? അങ്ങനെ നടക്കുന്നില്ലല്ലോ. ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഹിന്ദുവായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള സംഭവം നടക്കണില്ല. കാരണം ഓ മുസ്ലിം ആണെങ്കിൽ അപ്പൊ തന്നെ ഓന് ഇസ്ലാമിലെ വിവാഹം അല്ല ഓ നടത്തുന്നതെങ്കിൽ ഓന് മറ്റേ എഗ്രിമെന്റ് പോയില്ലേ? ആ എഗ്രിമെന്റ് പോയാൽ പിന്നെ ഈ എഗ്രിമെന്റ് എന്താ എന്ന് പറഞ്ഞാൽ, മതനിഷേധിയായ ഒരു പുരുഷൻ മതനിഷേധിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. ഇതിലെവിടെയാ മിശ്രം? ഇതിൽ മിശ്രമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് ആയ ഒരാണ് കമ്മ്യൂണിസ്റ്റ് ആയ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, അത് ആദർശ വിവാഹമാണ്. ഞാനൊരു രക്തഹാരം അങ്ങോട്ട് അണിയും, നീ ഒരു രക്തഹാരം അങ്ങോട്ട് അണിയും. വളരെ ലളിതമായി പണ്ട് ശ്രീനിവാസൻ കല്യാണിക്കാൻ പോയാൽ മതി. അപ്പോ
വളരെ ഹരത്തില് പരിപാടിയാണ്. ഒരു ചോദ്യം കൂടി വേറെ ചോദിക്കാം. എന്ത് രസമുണ്ട് നോക്കുകള്. അത് യഥാർത്ഥത്തിൽ മിശ്രമല്ലല്ലോ. അവിടെ എന്ത് മിശ്രമുള്ളത്? നിങ്ങൾ മതത്തെയും ഇസ്ലാമിനെയും ഒക്കെ ഒരു ജാതിയായിട്ട് കാണുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. നമ്പൂരിന്റെ മോൻ നമ്പൂരിയാണ പോലെ, മുസ്ലിമിന്റെ മോൻ മുസ്ലിം ആവുമെന്ന് വിചാരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ ചോദ്യം തന്നെ വരുന്നത്. കാരണം മിശ്ര വിവാഹം KN കുഞ്ഞമ്മദ് സബിത എന്ന് പറയുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് KN കുഞ്ഞമ്മദ് എന്ന് പറയുന്ന മുസ്ലിം, സബിത എന്ന് പറയുന്ന ഹിന്ദുവിനെ. സബിത ഹിന്ദു അല്ല, KN മുസ്ലിം അല്ല. അവര് മതത്തെ ഒഴിവാക്കി മതരഹിത ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. നല്ല മനുഷ്യനാണ്, നമുക്ക് ഇഷ്ടമാണ്, ആദർശവാദിയാണ്, സത്യസന്ധനാണ്, അതുപോലൊക്കെ നല്ല മനുഷ്യനാണ്. ഒരു ഭൗതികമായ സംഗതികളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നഷ്ടമാണ്. പക്ഷെ അതേ സമയത്ത് അദ്ദേഹം മതരഹിത ജീവിതം നയിക്കുന്ന ഒരാൾ, മതരഹിത ജീവിതം നയിക്കുന്ന വേറെ ആളെ കല്യാണം കഴിക്കുന്നതിൽ അതെങ്ങനെ മിശ്രമാവുന്നത്? അത് ആദർശ വിവാഹമാണ്. നിങ്ങളും ആദർശ വിവാഹം നടത്തണമെന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു പറഞ്ഞ ജാതീയതയും വംശീയതയൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്തായി പോവും? ഒരേ വീട്ടിൽ ഒരു കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കല്യാണം കഴിച്ചാൽ തന്നെയുള്ള അവസ്ഥ എന്തായിരിക്കും? ഓളൊരു സഖാവാണ്, ബാലസംഘത്തിലൂടെ വളർന്ന് പിന്നെ എന്താണ് DYFIയിലൂടെ SFIയിലൂടെ DYFIയിലൂടെ ഒക്കെ വന്ന് ഒരു നല്ല ധീര സഖാവായ ഒരു പെണ്ണ്. അവനൊരു ഗാന്ധിയനാണ്, രഘുവധരാചാരം പാടുന്ന ഒരു സാഹിബ്. ഇവർ രണ്ടാളും കൂടി കല്യാണം കഴിച്ചാല് ഓളതായ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, ഓരോന്നതായ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ആ വീട്ടിൽ എന്താ നടക്കുക? ഓളെ സ്വാതന്ത്ര്യമാണ്, ഞാൻ എന്റെ പ്രവർത്തനത്തിന്റെ സ്വാതന്ത്ര്യമാണെന്ന് വെച്ചാല് അത് പുറത്തേക്ക് പറയാന്നല്ലാതെ അത് എന്താ സംഭവിക്കുക അവിടെ? അപ്പൊ ഇത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ആദർശം രണ്ടായാൽ കഴിയില്ല, സാധിക്കൂല. ഇനിയിപ്പോ നിങ്ങൾ മതവും ജാതിയും ഒന്നും വേണ്ടെന്ന് വിചാരിക്കുക. ജാതി മതം മാത്രമല്ല, രണ്ട് ജീവിത കാഴ്ചപ്പാടുകൾ വേറെ നിലക്ക് ചിന്തിക്കുക. അവര് തന്നെ സംഘർഷമായിരിക്കൂലേ? ചെലവഴിക്കുന്നിടത്ത് സൗന്ദര്യ സങ്കല്പം, രണ്ട് സൗന്ദര്യ സങ്കല്പമുള്ള ആൾക്കാരാണ് വിചാരിക്കുക. എന്താ ചെയ്യാ? പെട്ടില്ലേ? പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? ഒരാളങ്ങ് സഹിക്കുക പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ ഒരാൾ സഹിക്കാം, ഒരാൾ സഹിക്കല്ലേ കൊണ്ട് സഹിക്കും. അങ്ങനെ സഹിച്ചങ്ങ് തീരും. അതിന് നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്തോളൂ? ആദർശ വിവാഹമാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു മുഅ്മിനാണെങ്കിൽ മുഅ്മിനെ തന്നെ കല്യാണം കഴിക്കുക, മുശ്രിക്കിനെ തന്നെ കെട്ടിച്ചു കൊടുക്കുക. നിങ്ങൾ വേറെ എന്തെല്ലാം കൗതുകം അവളിൽ കണ്ടാലും അവനിൽ കണ്ടാലും നിങ്ങൾ അതിന് നിൽക്കരുത്. ഇനി വേറെ രണ്ട് പ്രയോഗങ്ങളെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ആയത്തിൽ തന്നെ. ആദ്യം പറഞ്ഞത് വലാ തൻകിഹു എന്നാണ്, നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്നാണ്. പിന്നെ പറഞ്ഞത് വലാ തുൻകിഹു എന്നാണ്, നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കരുത്. ആണുങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്നാണ്. പെണ്ണുങ്ങളെ വിഷയം വന്നപ്പോ പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്നല്ല പറഞ്ഞത്, പെണ്ണുങ്ങളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കരുത്. അപ്പൊ പെണ്ണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കല്യാണം കഴിക്കേണ്ട ആളല്ല, കഴിപ്പിക്കപ്പെടേണ്ട ആളാണ്. അതായത് പെണ്ണ് എന്ന് പറഞ്ഞാൽ സ്വന്തം കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥ ഇല്ല. പെണ്ണ് എന്ന് പറയുന്നത് സ്വന്തം പോയി കല്യാണം കഴിക്കുന്ന അവസ്ഥ ഇല്ല. ആണാണ് സ്വന്തം കല്യാണം കഴിക്കേണ്ടത്. പെണ്ണോ? പെണ്ണിനെ കഴിപ്പിച്ചു കൊടുക്കുന്നത്. അതങ്ങനെ അതായത് പെണ്ണിന്റെ ഒരു വലിയുണ്ട്. ആരാണ് വലിയ? പെണ്ണിന്റെ വാപ്പ അല്ലെങ്കിൽ ആങ്ങള, ഇല്ലെങ്കിൽ വാപ്പന്റെ സ്ഥാനത്ത് ഉള്ള വല്യാപ്പയോ മൂത്താപ്പയോ എളാപ്പയോ.
ഇതൊക്കെയാണ് വലിയ എന്ന് പറയുന്നത്. ആ വലിയ വരനായ ഒരാൾക്ക് ഈ പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കരുത്. ആ വരൻ ഇവളെ ത്വലാഖ് ചൊല്ലിയാൽ അല്ലെങ്കിൽ ഇവൾ അവനെ ഫസ്ക് ചൊല്ലിയാൽ എന്തായാലും ബന്ധം മുറിഞ്ഞാൽ ആ വിലായത്ത് റിട്ടേൺ അടിക്കും. എങ്ങോട്ട് വരും? ഇതിന് വാപ്പനടുത്തേക്ക് വരും. ഇത് വാപ്പന്റെ വരും. ഇങ്ങനെ ഒരു വിലായത്ത് ഉണ്ടാവണം. അപ്പൊ വലിയില്ലാത്തൊരു പെണ്ണാണെങ്കിലോ അങ്ങനെ ഉണ്ടാവും. അപ്പോ ഭരണാധികാരിയാണ് വലിയ. അപ്പൊ ഭരണാധികാരി ഇല്ലാത്തടത്താണെങ്കിലോ ഭരണാധികാരി ഇല്ലാത്തടത്ത് ഭരണാധികാരി ചെയ്യേണ്ട പണികൾക്ക് വേറെ പലരും ചെയ്യുന്നുണ്ടല്ലോ. ഉദാഹരണം, മാസം ഉറപ്പിക്കേണ്ടത് ഇസ്ലാമിൽ ഭരണാധികാരിയാണ്. നമ്മുടെ നാട്ടില് ഭരണമില്ലാത്തതുകൊണ്ട് നമ്മൾ നോമ്പ് ഓർക്കാട്ടിട്ടില്ലല്ലോ. കുത്തുബ നിർവഹിക്കേണ്ടത് ഭരണാധികാരിയാണ്. നമ്മൾക്ക് ഭരണമില്ലെങ്കിലും കുത്തുബകളൊക്കെ ഉണ്ടല്ലോ. ഇത് താൽക്കാലിക സംവിധാനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യാണ്. ആ സംവിധാനത്തിന്റെ ഇതിനും അപ്പൊ ഖാദി എന്ന് പറയുന്ന ഒരാളപ്പോ നിലവിൽ വരും. ഇപ്പൊ യഥാർത്ഥത്തിൽ ഖാദിയെ നിയമിക്കേണ്ടത് ആരാണ്? ഖലീഫയാണ്. ഖിലാഫത്ത് ഉണ്ടെങ്കിലേ ഖാദിനെ നിയമിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലെ ഖലീഫല്ല, ഖാദി. യത്തീംഖാനയിലുള്ള അതിന്റെ അധികാരിയായിരിക്കും അവിടുത്തെ വലിയ. അതിന് ഇനി ഇങ്ങനൊന്നും അല്ലാത്തൊരു സാഹചര്യത്തിൽ പെണ്ണിന് അവളുടെ വിലായത്ത് ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ്. അങ്ങനെ ഒരു വകുപ്പ്. അപ്പൊ ആദ്യം അത് നടത്തണം. പെണ്ണ് അവൾക്ക് വിശ്വസ്തനായ ഒരു പുരുഷനെ സ്വയം ഏൽപ്പിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് എന്റെ വലിയ, എന്റെ രക്ഷാധികാരികളാണ് എങ്കിൽ പിന്നെ അയാൾക്ക് നിക്കാഹ് ചെയ്തുണ്ടാവും. അപ്പോൾ പുരുഷൻ അങ്ങനല്ല. പുരുഷൻ എന്തുകൊണ്ടാണ് ഇതെന്ന് ചോദിച്ചാൽ അള്ളാഹു താല അതിനൊക്കെ അതിൻ്റെതായ ഒരുപാട് ന്യായങ്ങൾ കണ്ടിട്ടുണ്ടതാണ്. അള്ളാഹു ഹക്കീമാണെന്ന് പറഞ്ഞത്. പെണ്ണ് പെണ്ണാണ്, ആണാണാണ്. പെണ്ണിനെ പോലെ ആണിനോ ആണിനെ പോലെ പെണ്ണിനോ ആവാൻ കഴിയില്ല. ആവാൻ കഴിക്കരുത്. കഴിയില്ല, കഴിയൂല. ഇവിടെ എന്താ അങ്ങനെയെന്ന് വെച്ചാൽ അടുത്ത ആയത്തിൽ പറയുന്നത് ആർത്തവത്തെ കുറിച്ചാണ്. വരികയാണെങ്കിൽ വിവാഹം വേണം. അതായത് ഈ എഗ്രിമെന്റിൽ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും അതിലേതെങ്കിലും ഒരാൾ ആദർശമാറ്റം സംഭവിക്കുന്നതോട് കൂടിയിട്ട് അവരുടെ വിവാഹം കട്ടാവും. പിന്നെ വരികയാണെങ്കിൽ രണ്ടാളും ഷഹാദത്ത് ചൊല്ലണം. രണ്ടാൾക്കും പുതിയ നിക്കാഹാവും. കാരണം മറ്റേത് കട്ടായി. കാരണം ഒരാൾ മാറുന്നതോട് കൂടിയിട്ട് അവരുടെ വിവാഹബന്ധം പോയി. പിന്നെ ഓർക്ക് തമ്മിൽ കാണാനും തൊടാനും എടുക്കാനും പാടും. അങ്ങനെയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സാമുദായിക പ്രേമ വിവാഹത്തിന് ശേഷം വിസ്മയകരമായ മാറ്റങ്ങൾ സംഭവിച്ചതൊക്കെ ഉണ്ട്. അതായത് ഒരു ചങ്ങായി പിന്നെ ഒരു ഹിന്ദു സമുദായത്തിലെ പെണ്ണിനെ കല്യാണം കഴിച്ചു. മുസ്ലിം സമുദായത്തിലെ പുരുഷൻ ഹിന്ദു സമുദായത്തിലെ പെണ്ണിനെ കല്യാണം കഴിച്ചു. രജിസ്റ്റർ മാരേജ്. അങ്ങനെ ഓള് ഹിന്ദുവായിട്ടും ഓ മുസ്ലിമായിട്ടും തന്നെ ജീവിച്ചു പോകണം, സുഖമായിട്ട് ജീവിച്ചു പോകണം. അപ്പൊ അതിന്റെ ഇടയില് ഓള് തന്റെ കുടുംബക്കാരെല്ലാരെയും കാണുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ കണ്ടും പരിചയപ്പെട്ടും ഒക്കെ ഓൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്ന് തോന്നി. അതിനോട് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. അതിനോട് ഇസ്ലാം സ്വീകരിച്ചു. രണ്ടാമത്തെ പ്രശ്നം എനിക്ക് ഓരോ വേണ്ടാതെ. കാരണം ഓരോ ഇസ്ലാമല്ല, ഇസ്ലാമല്ല. ഒരു ഇങ്ങനെ മൃഗങ്ങളെ പോലെ ജീവിക്കുന്നത് ഒരു ഇസ്ലാമല്ല. ഒന്നല്ലോ ഇസ്ലാം സ്വീകരിക്കണം, അല്ല എന്റെ വിവാഹം. അപ്പൊ
അപ്പൊ ഇവൻ ചോദിക്കാണ്, ഞാൻ ജന്മനാണല്ല മുസ്ലിം അല്ലേ, ഇതിപ്പോ എന്നോട് പുതിയ പഠിപ്പിക്ക. ഇസ്ലാം ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഇസ്ലാമല്ല, ഇങ്ങനല്ല ഇസ്ലാം. അവസാനം ഇവന് എന്താ വേണ്ടി വന്നു? ഓ പുതിയതായിട്ട് ഞാൻ ഒന്ന് മുതൽ ഇങ്ങനെ ആവാൻ പറഞ്ഞിട്ട് ഓ പിന്നെ മാറേണ്ടി വന്നു. കാരണം നേരത്തെ ഓള് കണ്ടിരുന്നത് എന്താണ്? എല്ലാരും കാണുന്ന പോലെ ഓ മുസ്ലിമും ഓളിക്ക് വന്ന് ഓള് വിചാരിച്ചു. ഓള് ശരിക്കും ഇസ്ലാം പഠിച്ചപ്പോ മനസ്സിലായിപ്പോ മുസ്ലിം അല്ലാതെ. എന്നിട്ട് ഓൾ ആദ്യം മുസ്ലിം ആവുകയും പിന്നെ വര് മുസ്ലിം ആവുകയും ചെയ്തു. അല്ലല്ല, പിന്നെ സാങ്കേതികമായ ഒരു സംഗതി. അതെന്താന്ന് വെച്ചാല് ശരീഅത്ത് എന്ന് പറയുന്നതിന്റെയും ദീൻ എന്ന് പറയുന്നതിന്റെയും സംഗതി. ദീൻ എന്ന് പറയുന്നത് അടിത്തറയും അടിസ്ഥാനവുമാണ്. ശരീഅത്ത് എന്ന് പറയുന്നത് ആ ദീനിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന നിയമമാണ്. ആ ഇസ്ലാമിന്റെ ആദ്യ സന്ദർഭങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അതോടുകൂടി അവരുടെ വിവാഹബന്ധം വേർപെടുമായിരുന്നില്ല. ആദർശമാറ്റത്തിന്റെ ഒരു ആദ്യ കാലഘട്ടത്തിൽ. പിന്നീട് അവരിൽ മറ്റുള്ള ആളും കൂടി ഇസ്ലാം സ്വീകരിച്ചു വരണമെന്നേ ഉള്ളുവായിരുന്നു, നമുക്ക് ജീവിക്കായിരുന്നു. അപ്പോ പക്ഷേ ശരീഅത്ത് പൂർണ്ണമാവുകയും ഇസ്ലാമിക നിയമം അതിന്റെ പരിപൂർണതയിൽ എത്തുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും കൃത്യതയൊക്കെ ഉണ്ടാവുക. പിന്നെ ഒരു സമൂഹത്തിന്റെ ജീവിതക്രമം അതിന്റെ കൃത്യതയിലേക്ക് അടിസ്ഥാനപ്പെടുമ്പോൾ അതിന് മാറ്റം. അങ്ങനെയാണ്. പിന്നെ ക്രൈസ്തവരായ ആളുകളും ജൂതന്മാരായ ആളുകളും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് എന്താന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ സാധനം, മുസ്ലിങ്ങൾക്ക് അഹ്ലുൽ കിതാബിൽപ്പെട്ടവരെ വിവാഹം ചെയ്യാം, പെൺകുട്ടികളെ.